കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 20. നാമമാഹാത്മ്യം തന്നെയാണ് കേട്ടോ ഇതിലും പറയണത്. എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ ആ ഈ ഉ അതാണ്. ഋതുവായ പെണ്ണിനുമിരപ്പനും ദാഹകനും പതിതന്നുമഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനമിതൊരു നാളുമാർക്കുമുടനരുതാത്തതല്ല. ഹരിനാരായണായ നമഃ. അപ്പോൾ ഇതിലെന്താ പറയുക വെച്ചാൽ, ഋതുവായ പെണ്ണിനും വെച്ചാൽ ഈ പീരിയഡ്സ്, മാസമുറാന്നോ എന്താ വെച്ചാൽ പറയാം മലയാളത്തിൽ, പീരിയഡ്സൊക്കെ സമയത്ത് സ്ത്രീകൾക്കും, പീരിയഡ്സ് ഉള്ള സമയത്ത് സ്ത്രീകൾക്കും, പിന്നെയോ ഇരപ്പനും, ഇരപ്പൻ വെച്ചാൽ ഈ ഇരന്ന് ജീവിക്കുന്ന ആളെ വെച്ചാൽ എന്താ ധർമ്മക്കാരൻ അല്ലേ, നമ്മൾ ധർമ്മക്കാരൻ എന്ന് പറയുമല്ലോ. ഇരപ്പൻ എന്ന് പറഞ്ഞാൽ ഇരന്ന് നടന്ന് ജീവിതം നയിക്കണ ആളെ വെച്ചാൽ ഭിക്ഷ എടുത്ത് നടക്കുന്ന ആളെ, അല്ലെങ്കിൽ ധർമ്മക്കാരന് സിമ്പിളായിട്ട് പറയാ വെച്ചാൽ. ദാഹകനും അതായത് ശവം ദഹിപ്പിക്കുന്ന ആൾ, നമ്മൾ ചണ്ടാലൻ എന്നൊക്കെ പണ്ട് പറയുമല്ലോ, ശവം ദഹിപ്പിക്കാനുള്ള ആളും. പതിതനും അതായത് ഈ സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചവർ, പതിതൻ എന്ന് പറഞ്ഞാൽ വീഴ്ച വന്നവൻ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ സമുദായം വിധിച്ചിട്ടുള്ള എന്തെങ്കിലും നിയമങ്ങളിൽ വീഴ്ച വരുത്തി ഭ്രഷ്ട് കൽപ്പിച്ചവനും. അഗ്നിയജനം ചെയ്ത ഭൂസുരനും അതായത് യാഗങ്ങളൊക്കെ ധാരാളം നടത്തിയിട്ട് വളരെ ബഹുമാന്യരായ ബ്രാഹ്മണർക്കും. ഹരിനാമകീർത്തനം, ഈ ഹരിനാമകീർത്തനം എന്നുള്ള ആ ഒരു പുണ്യ കർമ്മം ഒരു നാളും ആർക്കും, ഒരിക്കലും ആർക്കും തന്നെ അരുതാത്തതല്ല എന്ന് പറഞ്ഞാൽ എത്ര പുണ്യശാലിക്കും, ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത് വളരെ സാത്വികനായിട്ടുള്ള ഒരാൾക്കും, ഒരുപാട് പാപം ചെയ്ത ആൾക്കും, അല്ലെങ്കിൽ ഒരു യാചകനും ഒരു ധർമ്മക്കാരനും, അല്ലെങ്കിൽ സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചവനായാലും, പിന്നെ പീരിയഡ്സിൻ്റെ സമയത്ത് സ്ത്രീകൾക്കായാലും, പിന്നെയോ ശവം ദഹിപ്പിക്കുന്ന ചണ്ടാലനായാലും, അതിവിശിഷ്ടമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്ത വളരെ ബഹുമാന്യനായിട്ടുള്ള ബ്രാഹ്മണരായാൽ ആർക്കും ഒരുപോലെ എല്ലാ സമയത്തും എപ്പോഴും ചെയ്യാവുന്ന ഒരു പുണ്യകർമ്മമാണ് തിരുനാമ സങ്കീർത്തനം എന്ന്. ആർക്കും തന്നെ അരുതാത്തതല്ല എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ എല്ലാവർക്കും എപ്പോഴും ആകാവുന്ന നാമസങ്കീർത്തനം ചെയ്യാനുള്ള ഭാഗ്യം, നിരന്തരമായിട്ട് ഈ നാമസങ്കീർത്തനം ചെയ്യാനുള്ള ഭാഗ്യം നൽകി എന്നെ അനുഗ്രഹിക്കണേ നാരായണായ നമഃ. അതിനായിക്കൊണ്ട് ഞാൻ നാരായണനെ നമിക്കുന്നു. അങ്ങനെ അർത്ഥം. അപ്പോൾ ജാതി മതഭേദമനുസരിച്ചും പുരുഷ സ്ത്രീ ഭേദം ഒക്കെ ബേസ് ആധാരമാക്കിയിട്ടും പല ഈശ്വരാരാധനകൾക്കൊക്കെ നമ്മൾ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ചിലർക്കേ ചെയ്യാവൂ, ചിലർക്കത് നിഷിദ്ധമാണ് ഒക്കെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുക വെച്ചാൽ ഒക്കെ സമുദായം വിധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാരണം കൊണ്ടാവും. അപ്പോൾ അതിപ്പോൾ ഒരു ഉദാഹരണം ഉണ്ടല്ലോ. അപ്പോൾ ഓം എന്ന് സ്ത്രീകൾ പറയില്ല, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ ഓം എന്ന് സ്ത്രീകൾ പ്രണവം ഉച്ചരിക്കില്ല, അതിന് പകരം ഹ്രീം എന്നാണ്. എൻ്റെ അമ്മയൊന്നും ഓം എന്ന് പറയുകയില്ല കേട്ടോ, ഒരിക്കലും പറയില്ല. അപ്പോൾ അതിന് പകരമൊക്കെ ഇപ്പോൾ ആണുങ്ങൾ ഓം എന്ന് കൂട്ടി പ്രണവം കൂട്ടി ചെല്ലുന്ന മന്ത്രം സ്ത്രീകൾ ശ്രീം ഹ്രീം എന്നോ അങ്ങനെ ഹ്രീം എന്ന് കൂട്ടിയിട്ടൊക്കെ. അപ്പോൾ ഒരു എന്താ പറയുക, സ്വയംവര മന്ത്രമൊക്കെ ഉണ്ട്, ശ്രീം ഹ്രീം, അതാണ്, അങ്ങനെയാണ്. അതായത് സ്ത്രീകൾക്കാവുമ്പോൾ ഓം ഇല്ലാതെയാണ് പഠിപ്പിച്ചിരിക്കണം ഞങ്ങളെയൊക്കെ അന്ന്. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ആ വിലക്കിനെ നമ്മൾ എതിരായിട്ട് പോവൊന്നും വേണ്ട, അതിനെതിരായിട്ടൊന്നും അല്ല. അങ്ങനത്തെ വിലക്കുകൾ അപ്പോൾ വേദം ചിലർക്ക് വായിക്കാവൂ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ബ്രാഹ്മണർക്ക് മാത്രമേ വേദം വിധിച്ചിട്ടുള്ളൂ, അങ്ങനത്തെ പല വിലക്കുകളും കാലാകാലങ്ങളായിട്ടൊക്കെ നിലവിലുണ്ട്.
അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ്. ആ കാലാകാലമായിട്ടുള്ള സമുദായം വിധിച്ച നിയമങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അതിനൊന്നും നമ്മൾ എതിർത്ത് പോകേണ്ട ആവശ്യമില്ല. തിരുനാമ സങ്കീർത്തനം എന്ന പുണ്യകർമ്മമാണ് തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ എന്ന് പറയുകയാണ്. അതായത് ഉള്ള നിയമങ്ങളൊക്കെ നമ്മളെന്തൊക്കെയോ നിയമങ്ങൾ സമുദായം വിധിച്ചിട്ടുണ്ട്, അതൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചാലും അങ്ങനെ അതുപോലെ തന്നെ ആയിക്കോട്ടെ, ഞങ്ങളതിനെതിരായിട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പോലും കലികാലത്തെ പ്രധാന ആരാധനയായിട്ടുള്ള ഈ ഹരിനാമ ജപ കീർത്തനം ആർക്കും എപ്പോഴും ചെയ്യാം. നാമജപത്തിന് അധികാരി ഭേദമില്ല. നാമജപത്തിന് മാത്രമല്ല കേട്ടോ, എന്തറിയോ, നാമജപത്തിനും ജ്ഞാനം സമ്പാദിക്കാനും അധികാരി ഭേദമില്ല. നോക്കൂ, ജന്മം കൊണ്ട് ആരും തന്നെ ഈശ്വരാരാധനയ്ക്കോ ജ്ഞാനം ലഭിക്കുന്നതിനോ അർഹരാകാതിരിക്കുന്നില്ല എന്ന് നമ്മുടെ പല മഹാത്മാക്കളും പ്രമാണസഹിതം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് ഉദാഹരണങ്ങളുടെ മുമ്പിൽ നോക്കൂ. വ്യാസ ഭഗവാൻ ഈ 18 പുരാണവും എഴുതിയിട്ടുള്ള ഈ വ്യാസഭഗവാൻ മഹാഭാരതവും അല്ലേ, പിന്നെ പ്രസ്ഥാനത്രയവും ഇതൊക്കെ വ്യാഖ്യാനമൊക്കെ ചെയ്ത ഈ ബുദ്ധിശാലിയായിട്ടുള്ളതെന്ന് പറയേണ്ട ഈശ്വരൻ തന്നെയാണല്ലോ വ്യാസൻ അല്ലേ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവെന്ന അങ്ങനത്തെ വേദവ്യാസ മഹർഷി ആരുടെ മകനാ? പരാശര മഹർഷിയുടെയും മുക്കുവസ്ത്രീയായിട്ടുള്ള സത്യവതിയുടെയും മകനാണ്. നോക്കൂ, അപ്പോൾ എന്തെങ്കിലും ഒരു വിലക്കുണ്ടോ ജ്ഞാനോദയത്തിന്? ഇല്ല അല്ലേ. അപ്പോൾ ജ്ഞാനം ലഭിക്കുന്നതിനും ഈശ്വരാരാധനയ്ക്കും ആരും അർഹരാകാതിരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവും. വേറെ അനവധി ഉദാഹരണമുണ്ട്. ജ്ഞാനോദയം ആർക്കും ആവാം, മനസ്സിലായില്ലേ. അപ്പോൾ ഒന്ന് മാത്രമുണ്ട്, ജ്ഞാനോദയം ആർക്കും ആവാം, പക്ഷെ ഒന്ന് മാത്രം, ശുദ്ധമായിട്ടുള്ള മനസ്സിലേക്ക് ജ്ഞാനം ഉദിക്കൂ. അതുകൊണ്ട് ആർക്കും ഏത് സന്ദർഭത്തിലും ആർക്കും, നമ്മൾ കണ്ടുല്ലോ നാമസങ്കീർത്തനം കൊണ്ട് ശുദ്ധാവുന്ന. അപ്പോൾ ആർക്കും ഏത് സന്ദർഭത്തിലും നാമസങ്കീർത്തനത്തിൽ കൂടി ചിത്തശുദ്ധി നേടി നമുക്ക് സായുജ്യം അടയാം എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ വളരെ നന്നായിട്ട് പറഞ്ഞത്. ഹൃദുവായ പെണ്ണിനും പറഞ്ഞില്ലേ, ആർക്കും എത്ര പാപിയാണെങ്കിലും എത്ര പുണ്യവാനാണെങ്കിലും നാമസങ്കീർത്തനം ചെയ്ത് മനസ്സ് ശുദ്ധാക്കിയിട്ട് ജ്ഞാനം നേടാൻ എല്ലാവർക്കും അർഹതയുണ്ട്. വേറെ ചില കാര്യങ്ങൾക്ക് വിലക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട, അത് അവിടെ കിടക്കട്ടെ. കലികാലത്തിൽ എന്തായാലും കലികാലത്തെ ഏറ്റവും പ്രധാന ആരാധന ജപമാണെന്ന് നമ്മൾ ഓൾറെഡി ഏകദേശം പറഞ്ഞു. മാത്രമല്ല ഭഗവാൻ തന്നെ പറഞ്ഞില്ല, യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഭാഗവതത്തിൻ്റെ അവസാനം പറഞ്ഞിട്ടുള്ള നാമസങ്കീർത്തനം ജസ്യ സർവപാപ പ്രണാശനം എന്ന്. അപ്പോൾ അതങ്ങോട്ട് തിരഞ്ഞെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആർക്കായാലും, അതുകൊണ്ടാണ് എന്ത് തരത്തിലുള്ള ഹാൻഡിക്യാപ്പ് ഉണ്ടെങ്കിലും നമുക്ക് മനസ്സൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, നമുക്ക് ഈവൻ നാവില്ല വെച്ചാലും കൂടിയും മനസ്സ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ജപിക്കാവുന്നതാണ്. അതിന് ആരുടെയും സഹായം വേണ്ട. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജ്ഞാനോദയം ആർക്കും ആവാം. ഒന്ന് മാത്രമേ ഉള്ളൂ, ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം ഉദിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനസ്സ് ശുദ്ധി ചെയ്യാൻ നിരന്തരമായിട്ടുള്ള നാമസങ്കീർത്തനം ചെയ്താൽ മതി, ആർക്കും ഏത് സമയത്തും. അങ്ങനെ നാമസങ്കീർത്തനം നിരന്തരമായി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ നാരായണായ നമ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 21 കൂടിയും ചെയ്യാം. അപ്പോൾ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കും ഉടനരുതാത്തതല്ല. ഹരിനാരായണായ നമ. ഇനി 21 എന്നാണ് കേട്ടോ. ഭോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളീപാപിയെന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കു തിരിയായി എന്നുറച്ചു തിരുനാമങ്ങൾ ചൊല്ലുക ഹരിനാരായണായ നമ. ഇതും വളരെ നല്ലൊരു ഉപദേശം. എന്താ അറിയോ, എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനം അർഹിക്കാത്തന്നോ അല്ലെങ്കിൽ നിന്ദ്യെന്നോ
നിന്ദ്യനായിട്ടുള്ളതെന്ന് കാണിക്കണ ഒരു അക്ഷരമാണത്രേ എറുന്ന്. ബഹുമാനം അർഹിക്കാത്ത എന്നൊരാളെ പറയണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു അജക്റ്റീവായിട്ട് ഉപയോഗിക്കണതാണത്രേ എറുന്ന്. എന്നുള്ളത് എന്നുള്ള ആ ഒരു അക്ഷരം ഏതെങ്കിലും വേറൊരു വാക്കിൻ്റെ മുമ്പിൽ അയാളെ ഒരു അജക്റ്റീവായിട്ട് അയാളെ നിന്ദ്യനാണ്, ബഹുമാനം അർഹിക്കാത്ത ആളാണെന്ന് കാണിക്കാനുള്ളതാണത്രേ. അപ്പോൾ നിന്ദ്യൻ അങ്ങനെ. അപ്പോൾ ഭോഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ബഹുമാനം അർഹിക്കാത്ത ഒരു വിഡ്ഢി, ഒരു മൂഢന്മാർ ബഹുമാനം അർഹിക്കില്ലല്ലോ, അങ്ങനെ ഒരാളെ എന്ന് ചിലർ ഭാഷിക്കലും അങ്ങനെ ചിലർ പരിഹസിച്ചാലും ഇയാളൊരു നിന്ദ്യനായിട്ടുള്ളൊരു ബോറനാണ്, വിഡ്ഢിയാണെന്ന് ചിലർ പറഞ്ഞാലും പിന്നെയോ അങ്ങനെയൊക്കെ പറയുമല്ലോ ചിലർ. നമ്മളെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെയൊക്കെ അവഹേളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്താലും, നിന്ദ്യനാണെന്ന് പറഞ്ഞ് അവഹേളിച്ചാലും, പിന്നെയോ ചിലർ ഭാഷിക്കലും അങ്ങനെ പരിഹസിച്ചാലും, ചിലർക്ക് പിന്നെ ചിലർകൾ എന്ന് പറഞ്ഞാൽ മറ്റ് ചിലരിങ്ങനെ വിഡ്ഢിയാന്ന് പറഞ്ഞ് പരിഹസിച്ചു. മറ്റു ചിലർ പാപി എന്ന് പറയുന്നാകിലും ഇയാളൊരു മഹാപാപിയാണ് എന്ന് മുദ്ര കുത്തിയാലും, അല്ലെങ്കിൽ പാപി എന്ന് പറഞ്ഞ് അവമാനിച്ചാലും, അതാണ് ചിലർകൾ മറ്റു ചിലരെ പാപി എന്ന് പറയുന്നാകിലും, പാപി എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയാലും അവമാനിച്ചാലും, മനസ്സിൽ ആവോ നമുക്കു തിരിയ. എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ വിഡ്ഢിയാവും, ഞാൻ ചിലപ്പോൾ ഒരു ബഹുമാനം അർഹിക്കാത്ത വിഡ്ഢിയാവും, ഒരു പക്ഷേ ഞാൻ പാപിയാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ, അതാണ് പറഞ്ഞത്. ആവോ നമുക്കു തിരിയ. എനിക്കറിയില്ല ഞാൻ എങ്ങനത്തെ ആളാണ്. ഞാൻ വിഡ്ഢിയാണെങ്കിൽ വിഡ്ഢിയാവട്ടെ, ഞാൻ പാപിയാണെങ്കിൽ പാപി ആവട്ടെ എന്ന് ഉറച്ചെന്ന്. എങ്ങനെ വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ, അതുകൊണ്ട് എനിക്കെന്ത് ദോഷമാണ് വരാൻ പോണേ? ഭഗവാനിൽ വിശ്വാസമുണ്ടേ, ഭക്തനാണേ എന്നുറച്ച എന്ന് തീർച്ചയാക്കി തിരുനാമങ്ങൾ ചൊല്ലുക, തിരുനാമങ്ങൾ ഉരുവിടാൻ അനുഗ്രഹിക്കുമാറാകണേ. നാരായണായ നമ. അതിനായിക്കൊണ്ട് ഞാൻ നാരായണനെ നമസ്കരിക്കുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, എത്ര നിന്ദ്യനാണെന്ന് ആൾക്കാരെന്നെ പറഞ്ഞോട്ടെ, ഭോഷനാണ്, വിഡ്ഢിയാണ്, മൂഢനാണെന്ന് പറഞ്ഞോട്ടെ, വേറെ ചിലർ എന്നെ പാപിയാന്ന് വിളിച്ചോട്ടെ, മുദ്ര കുത്തിക്കോട്ടെ, ഞാൻ അതൊന്നും കേൾക്കണില്ല. ഒരു ചെവി കൂടെ കേട്ട ഒരു ചെവി കൂടെ അങ്ങോട്ട് പുറത്തേക്ക് വിടാമെന്ന് നമ്മൾ പറയൂലോ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, അവർ പറഞ്ഞ പോലെയൊക്കെ ആണെച്ചായിക്കോട്ടെ, അതുകൊണ്ട് ഇപ്പം എനിക്ക് ഭഗവാൻ ഇല്ലേ എന്നാണ് എന്നുറച്ച്. എന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് ഭഗവാനുണ്ട്, ഞാൻ തിരുനാമങ്ങൾ ചെല്ലുന്ന ഉറക്കാൻ സാധിക്കണം. അങ്ങനെ തീർച്ചയാക്കിയിട്ട് തിരുനാമങ്ങൾ ചൊല്ലാൻ എനിക്ക് അനുഗ്രഹം വേണമെന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ എല്ലാറ്റിനോടും സമഭാവന പുലർത്തണം എന്നുള്ളത് ഭാഗവതത്തെ നമ്മൾ പല പ്രാവശ്യം കണ്ടു. അതായത് സ്തുതിയും നിന്ദയൊക്കെ നമ്മൾ ഒരുപോലെ കരുതണം. സ്തുതിച്ചാൽ വലിയ ഇതായിട്ട് കയറി പോവുക, നിന്ദിച്ചാൽ താണ് പോവുക. ശരിക്കും പറയാച്ചാൽ അവനോനെന്നെ നിന്ദിക്കരുതെന്ന് പറയും. എന്നിട്ട് വേണ്ടേ ആത്മനിന്ദനെ ആത്മപ്രശംസയെക്കാത്ര പാപാണെന്ന്. അവനോനെ പ്രശംസിച്ച് സംസാരിക്കുന്നത് പാപാണ്. അവനോനെ ഞാനൊന്നിനും കൊള്ളാത്തവനാണെന്ന് ആത്മനിന്ദയും പാപാണെന്നാണ് ഭാഗവൻ പറയാം അല്ലേ. അപ്പോൾ സ്തുതിയും നിന്ദയും ബാക്കിയുള്ളവർ പറയണതാണ് അപ്പം ഇവിടെ പറയണം കേട്ടോ. സ്തുതിയും നിന്ദയൊക്കെ ഒരുപോലെ കരുതണം. യഥാർത്ഥ ഭക്തൻ അങ്ങനെയാണ്. യഥാർത്ഥ ഭക്തൻ മാനാവമാനങ്ങൾക്ക് അതീതനാവണം അല്ലേ. അതായത് ഇപ്പോൾ ഭാഗവതത്തിൽ നമ്മൾ പല പ്രാവശ്യം കണ്ടു, യഥാർത്ഥ ഭക്തൻ എതിർച്ഛയാലാഭസന്തുഷ്ടന്മാരാകണം. എന്തേ ഭഗവാൻ എനിക്ക് വിധിച്ചിരിക്കണം അതെനിക്ക് മതി അങ്ങനെ വിചാരിക്കണം. എതിർച്ഛയാലാഭം എനിക്ക് കിട്ടി, അതെന്തോ ഭാഗ്യം കൊണ്ട് എനിക്കിപ്പോൾ ഈ ജന്മടക്കം അങ്ങനെയാണല്ലോ നമുക്കല്ലേ. നമുക്കൊരു ചോയ്സ് ഇല്ലല്ലോ. ഞാൻ ഇന്ന അച്ഛനമ്മയും തിരഞ്ഞെടുക്കാമെന്ന് നമ്മൾ തിരഞ്ഞെടുത്തൊന്നുമല്ലല്ലോ. ഒന്നുമല്ല, ഭാര്യയല്ല, ഭർത്താവുമല്ല, ഒന്നുമല്ല. അതൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് പലപ്പോഴും. ജന്മം വിചാരിക്കുന്നുണ്ടാവില്ല, മറ്റതൊക്കെ ഞാൻ തിരഞ്ഞെടുത്താന്നൊക്കെ വിചാരിക്കും. എല്ലാം ഭഗവാൻ തരണതന്നെ. അതുകൊണ്ടാണ് എതിർച്ഛയാലാഭ സന്തുഷ്ടന്മാരാവണം യഥാർത്ഥ ഭക്തന്മാരെന്ന് പറയണം. എന്താ എനിക്ക് വരണത് അത് ഭഗവാൻ തരണതാണെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ സ്തുതിയും നിന്ദയൊക്കെ ഒരുപോലെ എടുക്കണം.
അപ്പോൾ അതായത് തിദിക്ഷ എന്ന് പറയും. അതായത് വരുന്ന അനുഭവങ്ങളെയൊക്കെ ഒരുപോലെ സഹിഷ്ണുതയോടുകൂടി സഹിക്കണേനാണല്ലോ തിദിക്ഷ. നന്മയും തിന്മയൊക്കെ ഒരുപോലെ സഹിക്കണം. ചൂട് എല്ലാ ദ്വന്ദ്വങ്ങളെയും എന്ന് പറയുമല്ലോ, ഭാഗവതത്തിൽ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദ്വന്ദ്വങ്ങളെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിനെയൊക്കെ ഒരുപോലെ സഹിക്കണേനാണ് ശരിക്കും തിദിക്ഷ എന്ന് പറയുക. അതായത് തണുപ്പായാലും ചൂടായാലും ഒന്നും കംപ്ലയിൻറ്റ് ചെയ്യില്ല, മനസ്സിലായില്ലേ? സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ, അങ്ങനെയുള്ള അപ്പം ഇതിൽ ശരിക്കും പറയാച്ചാൽ അതാ ദ്വന്ദ്വാതീതനാവണം എന്നാണ് പറയണത്. എല്ലാ ദ്വന്ദ്വങ്ങൾക്ക് അതീതനാവണം വെച്ചാൽ എന്താ? എല്ലാറ്റിനോടും സമഭാവന പുലർത്തണം. എല്ലാ നിന്ദാസ്തുതികളെ അവഗണിച്ച് തിരുമാമ സങ്കീർത്തനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചും മനസ്സ് വെച്ചും ആധ്യാത്മിക പാതയിൽ പുരോഗതി നേടാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനേ എന്നാണ്. അപ്പം ഇവിടെ എനിക്കൊരു കഥ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എന്താണ്, എവിടെയോ വായിച്ചാണ് ഒരു അതിഥിക്ഷയം പറയണത്. അപ്പം ശരിക്കും ആൾക്കാർക്ക് ബഹുമാനമാവണമെങ്കിൽ നമുക്ക് ആ സഹിഷ്ണുത ഉണ്ടെങ്കിൽ ശരിക്കും അത് നമുക്ക് ആ കഥയിലുണ്ടെന്ന് വെച്ചാൽ ഒരു സമയം നോക്കാം ഞാൻ. ഒരു പിന്നെ സന്യാസി പിന്നെ എന്താണ് വളരെ നല്ല തിദിക്ഷയും നല്ല മനസ്സംയമനം വന്ന ഒരാളാണ് കേട്ടോ. അദ്ദേഹം ഒരു ദിവസം കുളിച്ച്, അപ്പോൾ വേറൊരാളുണ്ട്, അയാൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ ഒരു ഫ്രണ്ടുണ്ട്, അയാളുടെ ഫ്രണ്ടിന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ പ്രത്യേക സ്വാമി നല്ല സന്യാസി നല്ല വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളുടെ ഫ്രണ്ട് പറഞ്ഞു, എനിക്കൊരു വിശ്വാസമൊന്നുമില്ല, പിന്നെ എനിക്കൊരു ബഹുമാനവും ഇല്ല, ഇങ്ങനെയൊക്കെ വേഷം കെട്ടി നടക്കുക, അതൊക്കെ സന്യാസി എന്നൊക്കെ പറയണ്ടെന്നല്ലാണ്ട് എന്താ വെറുതെ ഒരു പണി എടുക്കാണ്ട് ഭിക്ഷ തെണ്ടി നടക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഈ വിശ്വാസമില്ലാത്ത ആൾ ഈ സന്യാസി കുളിച്ച് വരുന്ന സമയത്ത് അപ്പം പറഞ്ഞു കേട്ടോ, എൻ്റെ ഈ ഗുരുവിന് നല്ല ക്ഷമയുണ്ട്, നല്ല തിദിക്ഷ ഉണ്ടെന്നൊക്കെ മറ്റേ ആൾ പറഞ്ഞു, വിശ്വാസമുള്ള ആളെ. എന്നാൽ ഒന്ന് പരീക്ഷിക്കാൻ തീർച്ചയാക്കും ഈ വിശ്വാസമില്ലാത്ത ആൾ. ഇദ്ദേഹം കുളിച്ച് സന്ധ്യാവന്ദനത്തിനൊക്കെ ആവും ആ സമയത്ത് കുളിച്ച് വരണ സമയത്ത്, പുഴയിൽ നിന്ന് കയറിയ സമയത്ത് ഈ വിശ്വാസമില്ലാത്ത ആൾ എന്ത് ചെയ്തു, വായിൽ വെറ്റിലൊക്കെ ഇട്ട് നല്ലോണം പിന്നെ കടിച്ച് ചവച്ച് മുറുക്കിയിട്ടേ അത് ഇദ്ദേഹത്തിൻ്റെ മേലിക്കങ്ങ് തുപ്പി. ഒന്നും പറഞ്ഞില്ലേ ഈ സന്യാസി. വേഗം പുഴ അടുത്ത് തന്നെയാണ്, കയറിയിട്ടുള്ള ഓടുന്നേ. ആദ്യം പോയി കുളിച്ചു വന്നു, രണ്ടാമത് വന്നു, അപ്പിളും തുപ്പി. ഒന്നും പറഞ്ഞില്ല. പിന്നെയും പോയി കുളിച്ചു. മൂന്നാമതും നാലാമതും അഞ്ചാമതും ആറാമതും ഏഴാമതും എട്ടാമത്തെ പ്രാവശ്യം കൂടിയും ഈ അവിശ്വാസി മേലിക്ക് തുപ്പി. അപ്പോഴും ഇദ്ദേഹം മുഖത്തിന് പോലൊരു ഭാവമില്ല. ആദ്യം പോയി കുളിച്ചു വന്നു. അപ്പോൾ ഇയാൾക്ക് ശരിക്കും തന്നെ ബഹുമാനായി. വേഗം ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെ സാധിക്കണം? ഞാൻ 8 പ്രാവശ്യം അങ്ങേ തുപ്പി, എന്നിട്ടും അങ്ങ് ഒരു മുഖത്തൊരു മുഖഭാവം പോലും ഒന്ന് മാറിയില്ല. അതിനെ 100% സഹിഷ്ണുതയോടുകൂടി അങ്ങ് സഹിച്ച് ആദ്യം അത് കഴുകി വന്നു, വൃത്തിയാക്കി വന്നു. ഇല്ലേ, എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്, അങ്ങേ എനിക്ക് ശരിക്കും നമസ്കരിക്കാൻ തന്നെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സന്യാസി പറഞ്ഞു, അതാണ് വളരെ കേട്ടോ. സന്യാസി പറഞ്ഞു, എന്താപ്പം എൻ്റെ മേല് തുപ്പിയാൽ എനിക്ക് കഴുകി വൃത്തിയാക്കാലോ, പക്ഷേ ഞാൻ ഒന്ന് ദേഷ്യപ്പെട്ട് നിന്നോട് സംസാരിച്ചാൽ എൻ്റെ മനസ്സാണ് അശുദ്ധാവണതും മലിനമാവണതും. ആ മാലിന്യം, മനസ്സ് അശുദ്ധമായാൽ അല്ലെങ്കിൽ മനസ്സിലത്തെ മാലിന്യം ഈ പുഴയിലത്തെ വെള്ളം കൊണ്ട് കളയാൻ സാധിക്കില്ല. എത്രയോ ലക്ഷം എനിക്ക് നാമം ജപിക്കണം, പിന്നെ എനിക്ക് ആ മനസ്സിൻ്റെ മാലിന്യം കളയണമെങ്കിൽ. ഇതിപ്പോൾ നീ മേലല്ലേ തുപ്പിയത്, എത്ര എളുപ്പം. ഞാൻ നിന്നോട് ചുണ്ടെടുത്ത് വെച്ചാൽ എൻ്റെ മനസ്സ് മലിനായേനെ, അത് കഴുകി കളയാൻ പറ്റുമോ എനിക്ക് വെള്ളം കൊണ്ട്? ഞാൻ എത്ര 1000 നാമം ജപിച്ചാലാ, 1,00,000 നാമം ജപിച്ചാലാണ് എൻ്റെ ആ മനസ്സിൻ്റെ മാലിന്യം കളഞ്ഞ് ഞാൻ ചിത്തശുദ്ധി, ആ ചീത്തയത് മാലിന്യം വന്ന മാലിന്യങ്ങളും കളയാൻ എനിക്ക് സാധിക്കുക. അപ്പോൾ ഇതൊരു വലിയൊരു സാക്രിഫൈസ് ഒന്നുമല്ല. ഞാൻ മേലായ എത്ര എളുപ്പാച്ച് വേഗം കഴുകി. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇരുന്നു, എന്താ അറിയുമോ, എനിക്ക് നിന്നോട് ദേഷ്യം വരാൻ പാടില്ല. നിന്നോട് ദേഷ്യം വന്നാൽ എൻ്റെ മനസ്സ് മലിനായി. അതാണ് സമബുദ്ധി എന്ന് പറഞ്ഞു.
അപ്പം ഈ ഈ അവിശ്വാസിയായിരുന്ന ആൾ വലിയ വിശ്വാസിയായി, ഈ സ്വാമിയുടെ പിന്നെ ഡിസൈപ്പിളുമായി, അതായത് ശിഷ്യനുമായി. അത് വേറെ. പക്ഷേ നമുക്കിതിന്ന് ആ അത്ഭുത എത്ര ശരിയാണെന്ന് എനിക്കപ്പോൾ അന്ന് കുറേ കാലം മുമ്പ് വായിച്ചാൽ എനിക്കത് നല്ലോണം ഉള്ളിൽ കൊണ്ടു. അതായത് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വെള്ളം പോരാ, ശരിക്കും സാധന തന്നെ വേണം. നാമം ജപിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രം ജപിച്ച്, ഇപ്പം മന്ത്രം എന്ന് പറഞ്ഞാൽ അപ്പം ദീക്ഷയായിട്ട് കിട്ടിയതോ അങ്ങനെ എന്താ, അല്ലെങ്കിൽ ഈശ്വരസ്മരണ നിലനിർത്താനുള്ള എന്തെങ്കിലും ഉപായം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധാവൂ എന്നാണ് അപ്പോൾ ഈ കഥയെന്ന് മനസ്സിലായത് അല്ലേ. അതുതന്നെയാണ് എന്താ പറയുക, എഴുത്തച്ഛനും പറയണതേ, ഭോഷനാണെന്ന് വിളിച്ചാലും പിന്നെ എന്നെ പാപിയാന്ന് വിളിച്ചാലും ഞാൻ എന്തൊക്കെ ആണെങ്കിലും എന്താച്ചാൽ ആൾക്കാർ പറഞ്ഞോട്ടെ, എനിക്ക് വിരോധമില്ല, അതൊന്നും എനിക്കൊരു ദോഷവും വരില്ല എന്ന് ഉറച്ചിട്ട് തീർച്ചയാക്കിയിട്ടാണ് തിരുനാമങ്ങൾ ചൊല്ലുവാൻ എനിക്ക് നിരന്തരം ഉരുവിടാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് 21 കൂടി വായിച്ച് ഈ സെഷൻ നിർത്താം. ഭോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർ കളി പാപി എന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക. ഹരിനാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.